നമസ്കാരം. CPM-നെ ED പൂട്ടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് പിന്നാലെ അടുത്ത കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോടികളുടെ തട്ടിപ്പാണ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അടുത്ത കേസിലും CPM തന്നെയെന്ന സൂചന പുറത്തുവരികയാണ്. ഏകദേശം 32.92 കോടിയുടെ ക്രമക്കേട് കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അന്വേഷണം തുടരുകയാണ്. കേസ് തെളിഞ്ഞു കഴിയുകയാണെങ്കിൽ CPM-ന്റെ ചീട്ട് കയറുമെന്നത് ഇതുകൊണ്ട് തന്നെ ഉറപ്പായി കഴിഞ്ഞു. കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാനം തന്നെയാണ് എന്ന് ED കണ്ടെത്തി കഴിഞ്ഞു. ജീവനക്കാരന്റെ പരാതിയിൽ ED കേസെടുത്തിരിക്കുകയാണ്. അന്വേഷണം തുടങ്ങിയത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPM-ന് തലവേദനയാകുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. ചെറിയ ഈടിന്മേലും വ്യാജരേഖകളിലും കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതിന് സംബന്ധിച്ച് നൽകിയ പരാതികൾ ഒല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇതിന് പിറകിലുള്ളത്. 2 പരാതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിന് പിറകിൽ CPM നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുണ്ടെന്ന നിഗമനത്തിലാണ് ED. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്താണ് പരാതികൾ ഉണ്ടായിരിക്കുന്നത്. സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള ഒട്ടേറെ പേർക്ക് ചെറിയ ഈടിന്മേൽ അനുവദിക്കാൻ പാടില്ലാത്തതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ വായ്പ നൽകിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരേ വസ്തു തന്നെ പലതവണ ഈടാക്കി നൽകുകയും അതിന്റെ പേരിൽ 5 വായ്പകൾ വരെ നൽകിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവർക്ക് അംഗത്വം നൽകിക്കൊണ്ടും വായ്പകൾ നൽകിയിട്ടുണ്ട് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്രകാരം കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതിന് പിന്നിൽ കമ്മീഷൻ ഏർപ്പാട് തന്നെയാണെന്നാണ് സംശയം. വർഷങ്ങളായി CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 32.92 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞു. 2020-21 സാമ്പത്തിക വർഷത്തിൽ മാത്രം 9.62 കോടി രൂപയുടെ നഷ്ടമാണ് ബാങ്കിന് ഉണ്ടായിരിക്കുന്നത്. മുൻ ഭരണസമിതി അംഗങ്ങൾ സിറ്റിംഗ് ഫീസ് ഇനത്തിലും ചിട്ടി കമ്മീഷൻ ഇനത്തിലുമെല്ലാം 72.11 ലക്ഷം നേടിയതായും സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടെങ്കിലും കോടതിയിൽ പോയതിനെ തുടർന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. കാലാവധി തികയ്ക്കാൻ 2 മാസം കാലം ബാക്കി നിൽക്കവെയാണ് ഭരണസമിതി തിരിച്ചു വന്നത്. കാലാവധി കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ അധികാരത്തിലേൽക്കുകയും ചെയ്തത് ഈ ക്രമക്കേടിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ബാങ്കിന്റെ ഇടപാടുകളെ സംബന്ധിച്ചും CPM-ന് അറിവുണ്ടെന്നാണ് റിപ്പോർട്ട്. ബാങ്കിന്റെ ഇടപാടുകളെ സംബന്ധിച്ചും CPM നിലപാടുകളെ സംബന്ധിച്ചും വിയോജിപ്പുള്ള ഏതാനും ജീവനക്കാർ ഇടതുപക്ഷ യൂണിയനിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ വേറൊരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 പേർ ഇപ്പോൾ പോയിരിക്കുന്നത് BMS നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയനിലേക്കാണ്. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതും ജീവനക്കാരിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്രമക്കേട് കൂടെ ED അന്വേഷണ പരിധിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും CPM-നെ പൂട്ടാൻ ED ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.